നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പ്രമേഹം കേരളത്തിൽ കൂടി വരുന്നുവെന്ന കണക്കുകളുണ്ട്. അസുഖം ചികിത്സിച്ചു മാറ്റാൻ നിരവധി മാർഗങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം. ആയുർവേദവും പ്രമേഹവും തമ്മിലുള്ള ബന്ധം, ആയുർവേദ രീതിയിലൂടെ പ്രമേഹത്തെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം, എങ്ങനെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താം, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വിഭാഗം പ്രൊഫസർ ഡോക്ടർ സരസ ടി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മളിപ്പം പ്രമേഹം ഇങ്ങനെ കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെ പ്രമേഹം കൂടുന്നതിന് ഒരു കാരണം, വലിയൊരു കാരണമാകുന്നുണ്ട് എന്നും പറയുന്നു. ആയുർവേദം പരമ്പരാഗത രീതിയിലുള്ള ഒരു ജീവിതചര്യയാണെന്ന് പറയുമ്പോൾ പ്രമേഹവും ആയുർവേദവും തമ്മിലുള്ള ഒരു ബന്ധവും പ്രമേഹത്തിനെ ആയുർവേദത്തിൽ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെ കുറിച്ച്. ആയുർവേദം ജീവിതശൈലിയാണ്. ആ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇന്ന് പ്രമേഹം ഇത്രയധികം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നതിനുള്ള കാരണവും. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ വ്യത്യാസം വന്നു, വ്യായാമം ഇല്ലാതെയായി. ഇപ്പോഴത്തെ നമ്മുടെ IT ഫീൽഡിലുള്ള ജീവിതചര്യ നോക്കിയാൽ ഭക്ഷണ രീതിയെ മാറിപ്പോയി. ഉറക്കം രാത്രിയല്ല പകലായി മാറി. ഈ പകലുറക്കം ഇതൊക്കെ പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ജീവിത ശൈലിയിൽ വന്ന മാറ്റം തന്നെയാണ് പ്രധാന ഘടകം എന്ന് പറയുന്നത്. പ്രധാന ഘടകം അത് തന്നെയാണ്. പുതിയ തലമുറ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് പ്രമേഹം കൂടുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ഇവരുടെ ആഹാരക്രമങ്ങളിലേക്ക് പോകാമെന്ന്. ആഹാരക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഏതെല്ലാം പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? പ്രധാനം ആഹാര രീതി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ അതല്ലാതെയായി വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ഇതിലേക്ക് വന്നു. പിന്നെ ഇവരുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒരു വശത്ത്. സെലക്റ്റീവായിട്ട് ഭക്ഷണം എടുക്കേണ്ടതുണ്ട്. നമ്മൾ വലിച്ചു വാരി കഴിക്കുന്ന ഒരു ശീലമുണ്ട് അല്ലേ? കുട്ടികളുടെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ പ്രമേഹം നമുക്ക് ഒരു മൂന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രമേഹം ഇല്ലാത്ത ഒരു വിഭാഗം, പ്രമേഹത്തിന് ഒരു ബോർഡർ ലൈനിലിരിക്കുന്ന ഒരു വിഭാഗം, പ്രമേഹം വന്നവർ. ഇപ്പോൾ പ്രമേഹം ഇല്ലാത്തവർ വരാതിരിക്കാൻ വേണ്ടി ഏത് പ്രായത്തിലേ തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള ഒരു ചിട്ടയൊക്കെ. ചിട്ടയെ പറ്റി പറഞ്ഞാൽ ചെറുപ്പകാലത്തിലേ ചിട്ട തുടങ്ങണം എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്തിലുള്ള ശീലം നമ്മൾ മറക്കില്ല എന്നാണ്. അപ്പം നല്ല ശീലങ്ങൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു പോരണം. രാവിലെ തന്നെ ഉണർന്നെഴുന്നേൽക്കുക, അതിനുശേഷം അവരുടെ ചര്യകൾ കൃത്യമായിട്ട് ചെയ്യുക. ദിവസവും എണ്ണ അഭ്യംഗം ദേഹത്തും തലയിലുമൊക്കെ പുരട്ടിയിട്ട് കുളിക്കുക. വേണ്ട വ്യായാമം, അതിന് ഇപ്പോൾ നല്ല യോഗ മെത്തേഡ്സൊക്കെ ഉണ്ട്, പ്രാണായാമം, ഇതൊക്കെ ശീലിച്ചാൽ പ്രമേഹം വരാതെ നമുക്ക് നോക്കാം. അപ്പോൾ കുട്ടികളെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെറുപ്പത്തിലേ നമ്മൾ ശീലിപ്പിച്ചു വരികയാണ് വേണ്ടത്. മറ്റൊന്ന്, അസുഖം വന്നവർ, അതായത് പ്രമേഹം വന്നവർ, അപ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചികിത്സാ രീതികൾ എന്തെല്ലാമാണുള്ളതെന്നൊന്ന് പറയാം. വന്ന ആളുകളാണെങ്കിലും ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊരു അത്യാവശ്യം തന്നെയാണ്. ഇവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ആ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഭക്ഷണത്തിൻ്റെ പകുതി ഭാഗമെങ്കിലും വെജിറ്റബിൾസ്, സാലഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ അവിയലെന്നോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഉൾപ്പെടുത്തണം. അതിന് 1/4 മാത്രമേ അരിയാഹാരമോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആയിട്ടുള്ളതോ ഉപയോഗിക്കാവുള്ളൂ. ബാക്കി ഒരു 1/4 പയറുവർഗ്ഗങ്ങൾ. ഇപ്പോൾ അതിൽ ബെസ്റ്റ് ചെറുപയറായിരിക്കും. അങ്ങനെ ഒന്ന് സെലക്റ്റീവ് ആവണം. ഇലക്കറികളും ഒക്കെ ആയിട്ട് പോകണം. ഡോക്ടർ, പലപ്പോഴും ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ചിലർ ആദ്യം പറഞ്ഞ പോലെ നിയന്ത്രിച്ച് നിർത്താൻ മരുന്നില്ലാതെ തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രമേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മരുന്നിൻ്റെ ഒരു ആവശ്യകത, മരുന്ന് കഴിച്ചിട്ട് വേണം ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താനെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മരുന്ന്? മരുന്നിനും വളരെയധികം പ്രാധാന്യമുണ്ട്. രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മരുന്നില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. അതിന് അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നെല്ലിക്കയും മഞ്ഞളും പതിവായിട്ട് കഴിച്ചാൽ തന്നെ വേറെ മരുന്നുകളില്ലാതെ പോകാൻ പറ്റാറുണ്ട്. ഇതുകൂടാതെ ചിലപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പോൾ നിശാഗതകാതി അല്ലെങ്കിൽ അയസ്കൃതി, ത്രിഫല ചൂർണം, ഇങ്ങനെ പലതും ആളുടെ അവസ്ഥ അനുസരിച്ച് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഒപ്പം അവർക്ക് വേണ്ട വ്യായാമം, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടി വരും. ആളുടെ അവസ്ഥ അനുസരിച്ച് എന്ന് പറയുമ്പോൾ പ്രായം, ആരോഗ്യമൊക്കെ. പ്രായം, ആരോഗ്യം, അവരുടെ ജോലി, അവർക്ക് കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും
വരുന്നുണ്ടെങ്കിൽ അതുമൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതാണ് ഞാൻ നേരത്തെ യോഗയുടെ കാര്യവും പറഞ്ഞത്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ യോഗയ്ക്കും കഴിയും. മനസ്സിന്റെ ആരോഗ്യം പ്രധാനമാണ് എന്നാണ്. മനസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. ശരീരത്തിന് ഒരു അസുഖം വന്നാൽ അത് മനസ്സിനെ ബാധിക്കും, മനസ്സിന് വന്നാൽ ശരീരത്തിനും വരും. മനസ്സിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഹോർമോണിനെയും വളരെയധികം എഫക്റ്റ് ചെയ്യും. ഇതും പ്രമേഹം എന്ന് പറയുന്നത് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ്. അപ്പോൾ അതിന് ബ്രെയിൻ പവറും നല്ല രീതിയിൽ നിൽക്കണം. ഇപ്പോൾ ഇൻസുലിൻ്റെ മാത്രം കാര്യമല്ല, ഇൻസുലിൻ പ്രൊഡക്ഷനും ഇതും ഒക്കെ നമ്മുടെ ബ്രെയിനുമായിട്ടും ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യത്തിന് ആയുർവേദ വിധി പ്രകാരം നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? അപ്പോൾ പ്രധാനമായും ഡോക്ടർ പറഞ്ഞത് യോഗയാണല്ലോ. അപ്പോൾ എങ്ങനെ ഇത് കൊണ്ടുപോകണമെന്നറിയാത്തവരാണ് നമ്മൾ പലരും. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം, പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം എന്നറിയില്ല. അത് എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് സമയം കണ്ടുപിടിക്കുക. രാവിലെ ഇത്തിരി നേരത്തെ ഉണർന്നെഴുന്നേൽക്കുക. നമ്മൾ പണ്ടേ പറയാറുണ്ടല്ലോ, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ ഉണരുക, അതിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ നമുക്ക് സെലക്റ്റീവായിട്ടുള്ള ഭക്ഷണം ആവുക. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിയുന്നതും കുറക്കുക. അത് പിന്നെ ഗോതമ്പ്, നമ്മുടെ കേരളത്തിൻ്റെ ഫുഡല്ലാത്തതൊന്ന്, പക്ഷേ സ്റ്റാർച്ച് ആണെങ്കിലും അരിയേക്കാൾ വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ശരീരത്തിന് ബലം തരുന്നതാണ് ഗോതമ്പെന്നുണ്ട്. അതുകൊണ്ടാണ് ഗോതമ്പിന് നമ്മളൊരു പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ബാർലിയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫാറ്റ് കുറക്കുന്നതാണ്. ബാർലി അതുകൊണ്ടാണ് ഈ ബാർലി ഇട്ട് വെള്ളം കുടിക്കാനായിട്ട് പലപ്പോഴും ഇങ്ങനെ അഡ്വൈസ് ചെയ്യണ കേട്ടിട്ടുണ്ട്. അത് ഇപ്പം ഇത് മേധസ്സിന് ഫാറ്റിനെ ഡിസോൾവ് ചെയ്യിച്ച് കളയാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്, ബാർലിക്കുണ്ട്. നമ്മുടെ ഇപ്പോൾ ആയുർവേദ വിധിപ്രകാരം പറയുമ്പോഴും ശരീരത്തിലെ കഫവും മേധസ്സും ദുഷിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പ്രമേഹ രോഗം ഉണ്ടാകുന്നത്. അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും. അപ്പോൾ എപ്പോഴും ബാർലി നമ്മുടെ ഭക്ഷണത്തിൽ എവിടെയെങ്കിലും ഒക്കെ ചേർക്കുന്നത് നല്ലതാണോ? ചെറുതായിട്ട് അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാം. രുചി വ്യത്യാസം ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഡോക്ടർ, ഈ ചോറിൻ്റെ അളവ് കുറയ്ക്കണമെന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയും ഇങ്ങനെ ഒരു കപ്പ് ചോറേ കഴിക്കാവൂ. അപ്പോൾ പലപ്പോഴും മലയാളിക്ക് ഊണ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ചോറ് കഴിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിൽ ചോറ് നന്നായി ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്? നന്നായി ചേർക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വെജിറ്റബിൾസൊക്കെ കൂടുതലുള്ള പകുതി ഭാഗം വെജിറ്റബിൾസ് ആക്കുക. കുറച്ച് ഫ്രൂട്ട്സും വേണം. ഇപ്പോൾ എന്തായാലും കുറച്ച് മധുരമുള്ള, നമുക്ക് ബലം തരുന്നത് മധുര ഗണത്തിൽപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ശരീരബലം നോക്കാതെ രോഗം മാത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ പഴങ്ങൾ വേണം. പഴവർഗ്ഗത്തിൽ ഇപ്പോൾ ബെസ്റ്റ് പറയുന്ന ഞാവൽപ്പഴമാണ്. പിന്നെ നെല്ലിക്ക ഞാൻ നേരത്തെ പറഞ്ഞാണ്, നെല്ലിക്കയും മഞ്ഞളും ചേർത്ത് കഴിക്കുന്നത്. അതുകൂടാതെ പേരക്ക, പപ്പായ, പിന്നെ ഇപ്പോൾ ചക്ക തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അത് പഴുക്കാത്ത ചക്ക, പച്ചച്ചക്ക നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇത് തന്നെ വേണമെങ്കിൽ ഉണക്കിപ്പൊടിച്ചൊക്കെ വെച്ചിട്ട് മറ്റ് പുട്ടും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ ചേർത്ത് ആക്കിയെടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ഇപ്പോൾ 2 ചപ്പാത്തിക്ക് പകരമായിട്ട് ഏതാണ്ട് ഒരു 30 ഗ്രാം ചക്ക പുഴുക്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരാളുടെ ആവശ്യത്തിനാവും. അങ്ങനെ നോക്കുമ്പോൾ പണ്ടത്തെ നമ്മുടെ ഒരു കാർഷിക സംസ്കാരം വളരെയധികം പ്രധാനമാണെന്ന് തോന്നുന്നു അല്ലേ? പണ്ട് കൃഷിയുള്ള വീടുകളിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളാണ്, രാവിലെ ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണമൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആ ജീവിതശൈലി മാറിയതാണ് ഇന്ന് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു റേറ്റ് ആയത്. പ്രമേഹത്തിൻ്റെ തലസ്ഥാനമായിട്ട് കേരളം വരുന്ന ഒരവസ്ഥ എത്തിയത്. അപ്പോൾ കാർഷിക രീതിയിലുള്ള ജീവിതക്രമങ്ങൾ തന്നെയാണ് നമുക്കിപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ശരീരത്തിന് എക്സർസൈസും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എക്സർസൈസ് ഇല്ല, വ്യായാമം ഇല്ല, എല്ലാവരും സെഡൻഡറി ലൈഫ്, ഓഫീസിൽ പോയി കുത്തിയിരുന്നുള്ള ജോലിയൊക്കെ ആയപ്പോഴാണ് കൂടുതലും പ്രശ്നം വന്നത്. അപ്പോൾ കാർഷിക ജീവിതം എന്നും പറ്റുമോ എന്നുള്ളതാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പ്രായോഗികമായ രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് എക്സർസൈസിന് സമയം കണ്ടെത്തുക. അതാണ് നേരത്തെ യോഗയുടെ കാര്യം പറഞ്ഞത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഈ കാലറി കത്തിച്ച് കളയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പക്കാരായ യുവാക്കളിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ്, ഞാൻ നന്നായി ഭക്ഷണം കഴിക്കും പക്ഷേ പോയിട്ട് ജിമ്മിൽ പോയിട്ട് ഇത്ര കാലറി കത്തിച്ച് കളഞ്ഞു, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണ. അപ്പോൾ ഇത് ശരിയായ ഒരു ധാരണയാണോ എന്നുള്ളതാണ്.
ജിമ്മിൽ പോയി ഇത്ര ഒരുപാട് സർക്കസ് പോലത്തെ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. നമുക്ക് ശരീരം ബലമുള്ളപ്പോൾ നമ്മളിങ്ങനെ പലതും ചെയ്യും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്തെല്ലാം വന്ന് ചേരുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മുന്നേ പറയാൻ പറ്റില്ല. ചിലപ്പോൾ പല പ്രശ്നങ്ങളും രോഗാവസ്ഥകളിലേക്ക് തന്നെ പോകാറുണ്ട് പലരും. അതെ. അതേസമയം ഒരു യോഗ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലഘുവായിട്ട് ശരീരത്തിന് ഒരുപാട് എക്സർസൈസ് വരുന്നില്ല. എന്നാൽ ബോഡിയിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ഫാറ്റൊക്കെ കളയാവുന്നതുമാണ്. മനസ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ യോഗയെക്കുറിച്ച് പറയുമ്പോൾ ചിലർ തുടക്കത്തിൽ യോഗ ക്ലാസ്സുകളിൽ പോയാൽ കൂടുതൽ നമ്മൾ ശരീരം കൊണ്ട് കൂടുതൽ ആയാസമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് പിന്മാറുന്നതായിട്ട് കാണാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളില്ല, ഇരുന്നിട്ട് കുറച്ച് ശ്വസനക്രിയകളും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഏതാണ് നമുക്ക് ഉചിതമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ ഒരു യോഗാചാര്യൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ്. യോഗ എന്ന് പറയുന്നത് വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യേണ്ട ഒന്നാണ്. അത് വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. എപ്പോഴെങ്കിലും വേദന തോന്നിയാൽ അവിടെ വെച്ച് ആ പ്രോസസ്സ് നിർത്തണം എന്ന് തന്നെയാണ് യോഗ ചെയ്യുമ്പോൾ. ബ്രീത്തിങ് ടെക്നിക്സാണ് അതിൽ പ്രധാനമായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടുക, ഹാർട്ട് റേറ്റ്, സർക്കുലേഷൻ കൂട്ടുക, ഇതിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ എല്ലാ അവയവങ്ങൾക്കും, നമ്മുടെ കൈവിരൽ, കാൽവിരൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗത്തിനും എക്സർസൈസ് കിട്ടുന്ന ലൂസനിങ് എക്സർസൈസ്, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത് തന്നെ. അതുകൊണ്ട് നല്ലൊരു യോഗ ഇൻസ്ട്രക്ടർ, ഇപ്പോൾ ഞങ്ങളൊക്കെ അനാറ്റമി ഫിസിയോളജി പഠിച്ചിട്ട് യോഗ ചെയ്യിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് യോഗ അഭ്യസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ആയുർവേദ ചികിത്സാ രീതിയിൽ യോഗയും ഒരു വിഭാഗം തന്നെയാണ്, അതിൻ്റെ പാർട്ടാണ്. ഞങ്ങൾ ഇപ്പോൾ സ്വസ്ഥവൃത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ അതിൽ യോഗ ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ പ്രമേഹം പണ്ടൊക്കെ മധ്യവയസ്കരിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഷുഗറുണ്ട് എന്നുള്ള, അപ്പോൾ ഒരു കണക്ക് പ്രകാരം പറയുന്നത് പലരും ഇത് തിരിച്ചറിയാതെ 2-3 വർഷമൊക്കെ ഡയബറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. പിന്നീട് വേറെ ഏതെങ്കിലും കാരണത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഷുഗർ ഉണ്ടെന്ന് അറിയുന്നത്, ഷുഗർ ലെവൽസ് കൂടുതലാണെന്ന് അറിയുന്നത്. നമ്മൾ ഏതെല്ലാം ലക്ഷണങ്ങൾ കൊണ്ടാണ് പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയുക? ആയുർവേദത്തിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്? രക്തപരിശോധനയ്ക്ക് മുൻപ് തന്നെ നമുക്കറിയാവുന്ന കുറേ ലക്ഷണങ്ങളുണ്ട്. ശരീരത്തിന് ക്ഷീണം തോന്നുക, ദാഹം കൂടുതലുണ്ടാവുക, കൂടുതലായിട്ട് മൂത്രം പോവുക, പോളിയൂറിയ, പിന്നെ അതേപോലെ വിശപ്പ് കൂടുക, കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്നൊരു തോന്നൽ എപ്പോഴും. പിന്നെ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇരിക്കണം എന്ന് തോന്നും, ഇരിക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന്, കിടക്കുമ്പോൾ തോന്നും ഉറങ്ങണമെന്ന്. ഈ ഉറക്കം കഴിഞ്ഞാൽ എന്തായാലും രോഗം കൂടി വരികയും ചെയ്യും. മധുരപലഹാരങ്ങൾ കഴിക്കുന്നതിനെ കുറിച്ചിട്ട് 2 അഭിപ്രായം കേൾക്കാറുണ്ട്. ചില ഡോക്ടർമാർ പറയും പലഹാരമല്ല, മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ചിലർ പറയും മധുരം തീരെ അവോയ്ഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആശയക്കുഴപ്പത്തിൽ പെടുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? മധുരം തീരെ ഒഴിവാക്കാൻ ഞാൻ പറയില്ല. എന്തായാലും ഞാൻ നേരത്തെയും പറഞ്ഞ് ബലം ഉണ്ടാവാൻ മധുര സാധനങ്ങൾ വേണം. മറ്റേ കയ്പ്പ്, ചവർപ്പ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ബലം തരുന്ന രസങ്ങളല്ല. അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണം. അതിന് പറ്റിയ ഫ്രൂട്ട്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാവൽ, നെല്ലിക്ക, പേരക്ക, പപ്പായ, അധികം പഴുക്കാത്ത പപ്പായ, അങ്ങനെ. ഇപ്പം ചക്കപ്പഴത്തിൻ്റെയും ഒക്കെ പറഞ്ഞ അതുകൊണ്ടാണ്. പഴം ആവണ്ട, അതിന് മുമ്പുള്ള ഒരു സ്റ്റേജ്. പച്ചയായിട്ട് ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയതും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നതല്ല. മറ്റൊന്ന് മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ബോഡി വെയിറ്റ് കൂട്ടും, സ്റ്റാർച്ച് കണ്ടന്റ് വന്നിട്ട്. ഭക്ഷണക്രമങ്ങളെ കുറിച്ചിട്ട് ചിലർ ഭക്ഷണത്തിൽ ക്രമം വരുത്തണം, അത് നിയന്ത്രിക്കണം എന്ന് പറയുമ്പോഴേക്കും ഭക്ഷണം തീർത്തും ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. എന്നാൽ പ്രമേഹ രോഗികൾക്ക് വിശപ്പ് കൂടുതലുമാണ്. ഇവർ ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുന്ന തന്നെയാണ് നല്ലത്. ചിലപ്പോൾ ഷുഗർ ലെവൽ വളരെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും വരാം. ഇപ്പോൾ എല്ലാവരും കൺട്രോൾ ചെയ്യുന്നതിന് ഇൻസുലിനൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. പിന്നെ ധാന്യങ്ങൾ തന്നെ നമ്മൾ പറയുന്നത് പഴയ ധാന്യങ്ങൾ, 1 വർഷമെങ്കിലും കഴിഞ്ഞ ധാന്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് അതെടുക്കുക. അത് ഷുഗർ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതും അളവ് കുറച്ചിട്ട് തന്നെ പഴയ ധാന്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ തേൻ ചേർത്തിട്ട്, നല്ല തേൻ ഒരിക്കലും ഷുഗറിനെ ഉണ്ടാക്കുന്നതല്ല. അതിന് കഷായ അനുരസം ആയിട്ടാണ് തേൻ. അതുകൊണ്ട് ഷുഗറുകാർക്ക് തേൻ ചേർത്ത ജ്യൂസുകളൊക്കെ കഴിക്കാം.
അപ്പോൾ ഡോക്ടർ, ഈ തേനിൻ്റെ കാര്യം പറയുമ്പോൾ ചായ മധുരം ഇടാതെ കുടിക്കുന്നവരാണല്ലോ പ്രമേഹ രോഗികൾ. അപ്പോൾ അവർക്ക് കട്ടൻ ചായയിൽ തേൻ ഒഴിച്ച് കുടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്? തേൻ ചൂടാക്കാൻ പാടില്ല. ചായ ഒരിക്കലും നമ്മൾ തണുത്തത് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ. തേൻ ചൂടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ജ്യൂസിൽ ചേർത്ത് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് എടുക്കുകയും ചെയ്യും. തേനൊക്കെ ഒഴിച്ചിട്ട് ചായ കുടിക്കുന്നവരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പ്രമേഹ രോഗമുള്ളത് കൊണ്ട് തന്നെ മധുരം ഒഴിവാക്കും, എന്നാൽ അതേസമയം തേൻ കൂട്ടും. അപ്പോൾ ചൂടാക്കിയാൽ തേൻ ചൂടാക്കാൻ പാടില്ല. അത് വിഷസ്വഭാവമായി മാറും, വേറെ പല രോഗങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. മറ്റൊന്ന്, കുട്ടികളിൽ പ്രമേഹം കാണുന്നത്, അതിൻ്റെ ഒരു കാരണം എന്താണ്? പുതിയ തലമുറയിൽ ഇപ്പോൾ ഭക്ഷണവും ജീവിതശൈലിയൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ വരുന്നതാണല്ലോ. ജനിച്ച കുട്ടികളിൽ മുതൽ ചിലപ്പോൾ പ്രമേഹം കാണും. പാരമ്പര്യമായിട്ട് ഇപ്പോൾ മാതാപിതാക്കൾ പ്രമേഹമുള്ളവരാണെങ്കിൽ അവരുടെ കുട്ടികളിൽ പ്രമേഹം കാണുന്നുണ്ട്. ഇതുകൂടാതെ അമ്മയുടെ ഗർഭകാല ചര്യകളിലൂടെ അവരുടെ ഗർഭസമയത്തുള്ള ഭക്ഷണം, മധുര കൂടുതലുള്ള ഭക്ഷണവും പിന്നെ ഫുൾ റെസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള അമ്മമാരുടെ കുട്ടികളിലും പ്രമേഹം കാണുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഗർഭിണികളായ അമ്മമാർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഗർഭിണി പരിചരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒന്നാണ്. അവർക്ക് അത്യാവശ്യം എക്സർസൈസുകൾ കൊടുക്കണം. അത് ഒരാളുടെ മേൽനോട്ടത്തിലുള്ള എക്സർസൈസുകൾ, ഇപ്പോൾ യോഗ തന്നെ അവർക്ക് ചെയ്യാവുന്നതുകൊണ്ട് ബ്രീത്തിങ് ടെക്നിക്സ്, പിന്നെ സൂര്യപ്രകാശം ദേഹത്ത് കൊള്ളുക, ഭക്ഷണ രീതി കൺട്രോൾ ചെയ്ത് പോവുക. കുറച്ചൊക്കെ ഇപ്പോൾ ആയുർവേദത്തിൽ പറയും നവനീത ഘൃതക്ഷീരൈ സദാ ജൈനോപാചരേത്, വെണ്ണ, പാല്, നെയ്യ്. പക്ഷെ അത് കൺട്രോൾ ചെയ്ത് അവരെ ഉപയോഗിപ്പിക്കുക. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ നോക്കി കൊടുക്കുക. ഗർഭാവസ്ഥയിലാണല്ലോ ഭക്ഷണത്തിനോട് കൂടുതൽ കഴിക്കണമെന്ന് തോന്നുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് മധുരമൊക്കെ ഒരുപാട് കഴിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ പലഹാരങ്ങൾ ഏതായാലും അധികം കഴിപ്പിക്കാത്തത് തന്നെയാണ് നല്ലത്. അതും 6 മാസത്തിന് ശേഷം ഒരു കാരണവശാലും ഒരുപാട് മധുരവും ഈ പ്രോട്ടീൻ ഒരുപാടുള്ളതും കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കുട്ടിയുടെ ഒരുപാട് വളർച്ചയിലേക്ക് നമുക്കൊരു ആവറേജ് 3 kg വെയിറ്റുള്ള കുട്ടിയൊക്കെ മതിയല്ലോ. അതെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പ്രമേഹം നമ്മൾ കൃത്യമായി നിയന്ത്രിച്ച് നിർത്തിയാൽ വലിയ കുഴപ്പങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചിലർ അതിനെ വലിയ ഭയത്തോടുകൂടിയൊന്നും കാണുന്നില്ല. എന്നാൽ ഇതിൻ്റെ സങ്കീർണതകൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച പോവുക എന്നുള്ളൊരവസ്ഥ വരാം, ഹൃദ്രോഗങ്ങൾ വരാം, കിഡ്നിനെ അഫക്റ്റ് ചെയ്യാം, പിന്നെ നമ്മുടെ സർക്കുലേഷൻ വളരെ കുറഞ്ഞു പോയിട്ട് എന്തെങ്കിലും വ്രണമൊക്കെ ഉണ്ടായിരുന്നാൽ ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരും. പലരുടെയും കാലൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട്. പിന്നെ ചെവി കേൾക്കാതാവുക, നമ്മുടെ ടേസ്റ്റ് അറിയാതിരിക്കുക. അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ തന്നെയാണെങ്കിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപ്പൊക്കെ കൂടുതലൊക്കെ ആയി പോവുകയും ടേസ്റ്റ് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ്, കിഡ്നി ഫെയിലിയറും പിന്നെ ന്യൂറോപ്പതി, നമുക്ക് സെൻസേഷൻ കുറഞ്ഞു പോവുക, ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ എത്തിച്ചേരും. ഗൗരവമേറിയ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ നമ്മൾ കാണാം 300-ൽ കൂടുതലൊക്കെയാണ് ഷുഗർ ലെവൽസ് എന്ന് വളരെ ലാഘവത്തോടുകൂടി പറയുന്നവരെ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷുഗർ വന്നിട്ട് വർഷം കൂടുന്തോറും, വർഷമേറും തോറും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടാനാണ് സാധ്യത. അപ്പോൾ ആയുർവേദത്തിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ 10 വർഷമായി ഷുഗർ ഉള്ളവർ, അവരുടെ ജീവിതശൈലിയിൽ എന്ത് മാറ്റങ്ങളാണ് ഇവർ വരുത്തേണ്ടത്? പിന്നെ എന്തെല്ലാം ചികിത്സകളാണ് നമുക്ക് ആയുർവേദത്തിലുള്ളത്? ജീവിതശൈലി മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ രാവിലെ ഉണർന്നെഴുന്നേക്കണമെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കുക, നേരത്തെ കിടന്നുറങ്ങുക, പിന്നെ പതിവായിട്ട് എണ്ണ തേച്ച് അഭ്യംഗം ചെയ്ത് കുളിക്കുക, പിന്നെ ബ്രീത്തിങ് ടെക്നിക്സും യോഗയുടെ ആ ഒരു ശൈലിയിലേക്കൊക്കെ പോവുക. ഒരു ജീവിതശൈലി തന്നെ മാറ്റം വരുത്തുക. പകലുറക്കം ഇതൊന്നും പാടില്ല. രാത്രിയാണ് ഉറങ്ങേണ്ടത്, രാത്രിയിൽ ഉറങ്ങുക. എന്തുതരം മരുന്നുകളാണ്? ഭക്ഷണം തന്നെ വൈകി ഭക്ഷണം കഴിക്കാതിരിക്കുക, നേരത്തെ ഭക്ഷണം കഴിക്കുക. രാത്രിയിലാണെങ്കിലും വൈകാതെ, അധികം വൈകാതെ. ഇപ്പോൾ സൂര്യനുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നാണ് ശരിക്കും പുതുതലമുറ മിക്കവാറും. ഇതിൽ നിന്ന് വിപരീതമായിട്ട് രാത്രി വളരെ വൈകിയാണ് ഇവരുടെ ഭക്ഷണ രീതി. അഥവാ ഇനി രാത്രി മുഴുവൻ ഉറക്കം നിന്നിട്ട് വന്നിട്ടുള്ളവർ പകൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ കയറി ഉറങ്ങാൻ പോവും. അങ്ങനെ ഉറങ്ങുമ്പോഴും ഈ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയാണ്. പ്രമേഹമുള്ളവർക്ക് മരുന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആയുർവേദത്തിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ രോഗം ഉണ്ടോയെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ മരുന്നുകൾ വേണം. അതിൽ ഏറ്റവും ബെസ്റ്റ് അഗ്രൗഷധം എന്ന് ഞങ്ങൾ പറയുന്നത് നെല്ലിക്കയും മഞ്ഞളും പതിവായിട്ട് കഴിപ്പിക്കാനുള്ള. ഒരു 2 നെല്ലിക്കയെങ്കിലും അരച്ച് നല്ല മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ചേർത്ത് അരച്ച്
നെല്ലിക്ക കഴിക്കാം. പിന്നെ അവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ പല മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 20 തരം പ്രമേഹം പറയുന്നുണ്ട് ആയുർവേദത്തിൽ. 10 തരം കഫജമായിട്ടുള്ളത്, 6 വെറൈറ്റി പൈത്തികമായിട്ടുള്ളത്, 4 വെറൈറ്റി വാതികം. വാതികം എന്ന് പറയുമ്പോഴേക്കും ആൾ തീരെ മെലിഞ്ഞ് ശോഷിച്ചതാവാം, ശരീരത്തിൽ വേദനകൾ ഉണ്ടാവുക, സെൻസേഷനൊക്കെ കുറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ അഭ്യംഗം അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുകയും നെയ്യ് ചേർത്ത ഭക്ഷണങ്ങൾ, ധാന്യോന്തരം ഘൃതം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമേഹത്തിന് തന്നെ പറയുന്ന ഘൃതങ്ങൾ തന്നെയുണ്ട്. പിന്നെ HB ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് അയസ്കൃതി, അത് വണ്ണം കൂട്ടുന്നതുമല്ല, അയേൺ കണ്ടൻറ്റ് കൂട്ടും. നമ്മൾ മറ്റ് ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മരുന്നുകൾ കഴിച്ചേ പറ്റൂ. ചിലർക്ക് നല്ല വണ്ണം ഉണ്ടാവുമല്ലോ, ചിലർക്കല്ലേ ഈ ക്ഷീണം വരുന്നുള്ളൂ. പല തരത്തിലാണെന്ന് ഓരോ 2 സ്ഥൂലപ്രമേഹിന്നും കൃശപ്രമേഹിന്ന് 2 തരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വണ്ണമുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഭക്ഷണത്തിലാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. മെലിഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരിൽ തന്നെ കപ്പയൊക്കെ കൂടുതൽ കഴിച്ചിട്ടുള്ള ആളുകൾക്കാണ് അങ്ങനെയുള്ള ഒരു പ്രമേഹം കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഇപ്പോൾ മുറിവുകൾ വരുന്നത്, അല്ലെങ്കിൽ ചിലരുടെ ഒരു ശരീരപ്രകൃതം കൊണ്ട് ഷുഗർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുരുക്കൾ വരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പുറത്ത് പുരട്ടാനുള്ള മരുന്നുകളൊക്കെ കൊടുത്താണോ ഇത് ഉണക്കുന്നത്? പുറത്ത് പുരട്ടാനുള്ള മരുന്നുകളുടെ ഒപ്പം തന്നെ അകത്തേക്കുള്ള മരുന്നുകളും ഉണ്ട്. ഇവരുടെ മേധസ് ഫാറ്റ് ദുഷിച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് അതിനെ കളയുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ കൊടുത്തേ പറ്റൂ. ഇപ്പോൾ ചന്ദ്രപ്രഭ, അതുപോലെ ശിലാജിത്ത്, പിന്നെ ആ പിടക അല്ലെ കുരുക്കളുടെ വലിപ്പത്തിനനുസരിച്ച് ആ ആളുടെ അവസ്ഥ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ പല മരുന്നും മാറ്റി കൊടുക്കേണ്ടി വരും. വെള്ളം കുടിക്കുന്നത് പ്രധാനമാണല്ലോ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള വെള്ളമാണ് ദിവസവും കുടിക്കാൻ ഉപയോഗിക്കേണ്ടത്? നല്ല പച്ചവെള്ളം കുടിക്കുന്നത് നല്ല പച്ചവെള്ളം ഇന്നത്തെ കാലത്ത് കിട്ടുമോ എന്നുള്ളതാണ്. കിണറൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ കുറച്ച് ഇപ്പം പണ്ടത്തെ ശുദ്ധീകരണ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, 3 ലെയറായിട്ട് വെച്ചിട്ട് കരിയിട്ടിട്ട് മണ്ണിട്ടിട്ട് അങ്ങനെ എടുക്കുന്ന വെള്ളം കുടിക്കുക. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയും, അതിനിപ്പോൾ വേങ്ങാക്കാതിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട്. ഏകനായക ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കാം. കാലിലൊക്കെ നീരുള്ളവര് ഞെരിഞ്ഞിൽ ഇട്ട് വെള്ളം കുടിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. നീര് പോകാൻ ഞെരിഞ്ഞിലിട്ട് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ പ്രമേഹ രോഗികൾക്ക് മൂത്രം കൂടുതൽ പോവുക എന്നുള്ളത് തന്നെ ഒരു ലക്ഷണമാണ്. അതൊരു ശല്യവുമായിട്ട് വരാറുണ്ട്. രാത്രിയൊക്കെ എഴുന്നേറ്റ് പല പ്രാവശ്യം മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ മൂത്രം ഉണ്ടാക്കുന്ന മരുന്നുകൾ കൊടുക്കാതിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വയറ്റിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഭക്ഷണ രീതിയും ഔഷധങ്ങളും ആക്കുക. ചിലരിൽ ഇപ്പോൾ 100-ൽ താഴെ ഷുഗർ ലെവൽസ് പോയിട്ട് തലകറങ്ങി വീഴുക, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലർക്ക് ആണല്ലോ ഇത് കൂടി കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, ചിലർക്ക് നേരെ തിരിച്ചും വരുന്നുണ്ട്. അപ്പോൾ അത്തരം രോഗികൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്? അവർ ചിലപ്പോൾ നമ്മൾ രസായന പ്രയോഗങ്ങളൊക്കെ കൊടുക്കും. ഇപ്പോൾ ചവനപ്രാശം, അത് ഷുഗറുകാർക്ക് പറയുന്ന ഒരു രസായനമാണ്. നെല്ലിക്കയാണ് അതിലെ മെയിൻ കണ്ടൻറ്റും, മധുരത്തിന് ചേർക്കുന്നത് കൽക്കണ്ടവുമാണ്. അത് ഹൈപ്പോഗ്ലൈസീമിയാണല്ലോ അല്ലേ? ഹൈപ്പോഗ്ലൈസീമിയയിലും കൊടുക്കാം, അല്ലാത്ത കണ്ടീഷനിലും ചവനപ്രാശം കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു രസായനം ആയതുകൊണ്ടാണ് അങ്ങനെ. ത്രിഫല തന്നെ ഏറ്റവും നല്ലൊരു രസായനം. അത് തേനും നെയ്യും ചേർത്തിട്ടാണ് കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ ശോധന കുറവുള്ള ആളിൽ ത്രിഫല വെറുതെ ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കാറുണ്ട്. പക്ഷെ അത് പതിവായിട്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. അത് വരാതിരിക്കാൻ തേനും നെയ്യും ചേർത്തിട്ടാണ് ത്രിഫല കഴിക്കാൻ പറഞ്ഞത്. ഇത് ഷുഗറുള്ള ആളുകൾക്ക് കണ്ണിനെ ബാധിക്കാതിരിക്കാനും ഈ ത്രിഫല ബെസ്റ്റാണ്, തേനും നെയ്യും ചേർത്തിട്ട് തന്നെ കഴിച്ചാൽ. അപ്പോൾ അവർക്ക് വലിയ ക്ഷീണവും ഉണ്ടാവില്ല. ഡോക്ടർ, ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ നോൺ വെജ് കഴിക്കാൻ പറ്റില്ല എന്നുള്ള, ഇറച്ചി മാംസമൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണ. ആയുർവേദം എന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഷുഗറുകാർക്കാണെങ്കിൽ ഞങ്ങൾ ജാങ്കല മാംസം എന്ന് പറയും, ആട്ടിൻ മാംസവും അധികം ഫാറ്റ് ഇല്ലാത്ത മാംസങ്ങൾ കഴിക്കാം. അത് അല്ലാതെ ആയുർവേദത്തിൽ മാംസം പറഞ്ഞിട്ടില്ല എന്നല്ല, മാംസ സൂപ്പുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികൾക്കും ഇതൊക്കെ രോഗികൾക്കും ആവശ്യം അനുസരിച്ചിട്ട്, അല്ലാതെ ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള മാംസമൊന്നും പാടില്ല. ഫിഷ് ഒഴിവാക്കുന്നതാണ്. വെള്ളത്തിൽ ഉള്ള മത്സ്യം എന്നുള്ള, വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് പ്രമേഹ രോഗികൾക്ക് മാത്രമാണോ അതോ പൊതുവെ ബോഡിയിൽ കഫാംശം കൂടുതൽ വരുന്ന ആളുകൾക്ക്? ഇതിപ്പോൾ കഫത്തിനെ ദുഷിച്ചിട്ടുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് പ്രമേഹം. അപ്പോൾ അതിന് ഫിഷ് അധികം നല്ലതല്ല. ഡോക്ടർ, ഇപ്പം പ്രമേഹം ഗർഭാവസ്ഥയിലുള്ളപ്പോൾ പ്രമേഹം വന്ന സ്ത്രീകൾക്ക് പിന്നീട് പ്രമേഹം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ
ഇപ്പം ഗർഭവും ഒരു സ്ട്രെസ്സായിട്ടുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ ആ സമയത്ത് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് മാറാറുമുണ്ട്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവർ ജീവിതശൈലിയിലുള്ള കുറച്ച് മാറ്റങ്ങൾ, എക്സർസൈസ്, വ്യായാമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രമേഹം എന്ന് മാത്രമല്ല പലതരത്തിലുള്ള പല അസുഖങ്ങളെയും രോഗങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്തു പോകാനും മാറ്റാനും കഴിയുന്നത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.